വെൽക്കം ബാക്ക് ടു മിസ്റ്റർ 13 ടെക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പായ ഇൻസ്റ്റാഗ്രാമിൻ്റെ 5 ടിപ്പുകളാണ്. 5 ടിപ്പുകൾ അഥവാ ട്രിക്കുകൾ. ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണമെന്ന് തോന്നാറുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നത് സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നാൽ ഇതിന് പകരം നമ്മൾക്ക് സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത അക്കൗണ്ടുകൾ കാണിക്കും. ജസ്റ്റ് അവത്തിലൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് മെസ്സേജ് സെൻഡ് ആവുന്നത് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ ഇൻസ്റ്റാഗ്രാമിലോ റീൽസിലോ ഫോട്ടോയിലോ ന്യൂസ് ഫീഡിലോ എവിടെയെങ്കിലും കണ്ട വീഡിയോസോ ഫോട്ടോസോ നമ്മൾക്ക് വീണ്ടും കാണണമെന്ന് തോന്നും. പക്ഷേ അത് കാണാനായിട്ടൊരു വഴിയുമില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ ഈ കണ്ടിരിക്കുന്ന ഏതെങ്കിലും പോസ്റ്റ് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. പ്രൊഫൈലിൽ യുവർ ആക്ടിവിറ്റി പോവുക. അതിനുശേഷം ഇൻ്ററാക്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അതിൽ ലൈക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങി ഇത്രയും നാൾ ഏതൊക്കെ പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സോർട്ടിൻ്റെയും ഫിൽറ്ററിൻ്റെയും ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ആദ്യം ലൈക്ക് ചെയ്തത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെയുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസ്റ്റ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാമിൽ 2 അക്കൗണ്ടൊക്കെ ലോഗിൻ ചെയ്തിട്ടുള്ളവർ സാധാരണ അടുത്ത അക്കൗണ്ട് ലോഗിൻ ചെയ്യാനായി സെറ്റിങ്സിൽ പോയി സ്വിച്ച് ടു അനദർ അക്കൗണ്ട് എടുക്കാറാണ് പതിവ്. എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ അവിടെ 2 ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ടുള്ള 2ാമത്തെ ഐ ഡിയിലേക്കും 3ാമത്തെ ഐ ഡിയിലേക്കും ഈസി ആയിട്ട് മാറുവാൻ സാധിക്കും. സാധാരണയായി നമ്മുടെ ന്യൂസ് ഫീഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന എല്ലാ അക്കൗണ്ടുകളിലെയും പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പോസ്റ്റുകൾ കാണിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്ന അപ്ഡേറ്റിൽ നിങ്ങൾക്ക് 2 രീതിയിൽ പോസ്റ്റുകൾ കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ഫോളോ ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് പേജുകളുടെ. നിങ്ങൾ ഫോളോ ചെയ്യുന്നവരുടെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടുകളിലെ പോസ്റ്റുകളായിരിക്കും നിങ്ങൾ കാണുക. 2ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഫേവറേറ്റ്സ് എന്ന് കാണാം. ഫേവറേറ്റ്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഫേവറേറ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന പേജുകളുടെ പോസ്റ്റുകൾ മാത്രമായിരിക്കും കാണുക. ഒരു പേജ് എങ്ങനെയാണ് നിങ്ങൾ ഫേവറേറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോളോ ഓപ്ഷൻ്റെ തൊട്ട് ആഡ് ടു ഫേവറേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പേജ് ഫേവറേറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാമിലെ റീൽസും വീഡിയോസും മറ്റും ഡൗൺലോഡ് ചെയ്യുവാൻ സാധാരണയായി നമ്മൾ എന്തെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ആപ്പിൻ്റെയും സഹായമില്ലാതെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ഡൗൺലോഡ് ചെയ്യാനുള്ള 2 രീതികളാണ് ഞാൻ. ഈ രീതി എന്ന് വെച്ചാൽ നിങ്ങൾ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് റീൽ ടു യുവർ സ്റ്റോറി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സേവ് എന്നൊരു ഓപ്ഷൻ കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡിൻ്റെ ചിഹ്നം അങ്ങനെ ആയിരിക്കും കാണിക്കുക. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കും. പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയ വീഡിയോ സേവ് എന്ന് പറഞ്ഞ് കാണിക്കും. നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഗാലറി കാണുവാൻ സെൻഡ് ചെയ്യുവാനോ ഒക്കെ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാനൊക്കെ സാധിക്കും. 2ാമത്തെ രീതി നിങ്ങൾ ജസ്റ്റ് ലിങ്ക് കോപ്പി ചെയ്യുക. ഫോണിലുള്ള ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാ സേവ് സെർച്ച് ചെയ്യുക. കുറേയധികം വെബ്സൈറ്റുകൾ കാണിക്കുക. അതിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് ആ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഡൗൺലോഡ് നമുക്ക് കൊടുക്കുക. ശേഷം അവിടെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ഓപ്ഷൻ കിട്ടും. കുറേയധികം വെബ്സൈറ്റുകൾ ഫ്രീ ആയിട്ട് ലോഗിൻ ചെയ്യാതെ നമുക്ക് സൈനപ്പ് ചെയ്യാതെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. ചില ആളുകൾക്ക് ഇൻസ്റ്റ വഴി ഡയറക്റ്റ്ലി സേവ് ചെയ്യുമ്പോൾ വോയിസ് കിട്ടാറില്ല. അവർക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇതാകുമ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സൈനപ്പ് ചെയ്യേണ്ട ആവശ്യവുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.